ലേഖനം. തോമസ് എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് കരയും കടലും താണ്ടി കേരളക്കരയിൽ വന്നെത്തുകയും നമ്മുടെ പിതാക്കന്മാർക്ക് ക്രൈസ്തവ വിശ്വാസം നൽകിക്കൊണ്ട് അവരെ നിത്യജീവനിലേക്ക് ജനിപ്പിക്കുകയും ചെയ്ത മാർ തോമസ് ലിഹായുടെ പാവന സ്മരണയിലാകുന്ന നമ്മുടെ മുഖത്ത് നോക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ മുഖം കാണാൻ കഴിയണമെന്ന സത്യമാണ് തോമസ് ലിഹായുടെ ദിദിമോസ് എന്ന നാമം വെളിപ്പെടുത്തുന്നത്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും അടുത്തറിഞ്ഞ് പണി തീർത്തപ്പെട്ട സഭാമക്കളായ നമ്മുടെ ഉത്തരവാദിത്തം ക്രിസ്തുവിനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് അവനെ ലോകത്തിൽ വെളിപ്പെടുത്തുക എന്നതാണ് ധീര രക്തസാക്ഷിയായ തോമസ് ലിഹ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറായ ധീരതയുടെ പര്യായമായ ഈ അപ്പസ്തോലൻ വിശുദ്ധ തോമസ് ലിഹ നാം നസ്രാണികൾക്ക് ഒരു ആവേശമാണ്, വികാരമാണ്, വിശ്വാസത്തിന് സ്ഥിതിബദ്ധമാണ്. ലോകമെങ്ങും ക്രൈസ്തവർ വലിയ വെല്ലുവിളിയും ആക്രമണങ്ങളും നേരിടുമ്പോൾ ഭാരത സഭയുടെ വിശ്വാസം ചൈതന്യമാവുകയാണ് വിശുദ്ധ തോമസ് ലിഹ. ക്രൈസ്തവരെ പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിന് മുൻപിൽ രക്തസാക്ഷ്യത്തിന്റെ തിളക്കമാർന്ന സാക്ഷ്യവുമായി സമരസഭയ്ക്ക് ഊർജവുമായി നമുക്ക് മുൻപേണ്ടി രക്തസാക്ഷ്യം നമ്മുടെ പിതാവ്. ഇതാ ഇവിടെ ഒരു സാക്ഷ്യം, ജീവിത സാക്ഷ്യം, രക്തസാക്ഷിത്വം. മല്ലാപുരിയിൽ വെച്ച് ക്രിസ്തു സാക്ഷിയായ ക്രിസ്തുവിന്റെ പ്രിയപ്പെട്ട അപ്പസ്തോലൻ രക്തസാക്ഷിയാകുന്നു. ആൾക്കൂട്ട ആചരണീയതയല്ല, മറിച്ച് ഞാൻ തൊട്ടറിഞ്ഞ എന്നെ തൊട്ടറിഞ്ഞ നേടി വന്ന വിശ്വാസമാണ് ഞാൻ സാക്ഷ്യപ്പെടുന്നത്. അതാണ് തോമസ് ലിഹ സുവിശേഷത്തിലൂടെ വരച്ചു കാണിക്കുന്നത്. ദൈവാശ്രയമാണ് പ്രധാനമെന്നും ജീവിതം കൊണ്ടും മരണം കൊണ്ടും തോമസ് ലിഹ നമുക്ക് കാണിച്ചു തന്നു. കുരിവിന്റെ കുരിശിന്റെ വഴിയിൽ തോമസ് ലിഹ ധീരതയോടെ കടന്നു ചെന്നു. ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമായപ്പോഴും ക്രിസ്തുവിനെ സാക്ഷി വഹിച്ച് ധീരതയോടെ പരീക്ഷകളെ നേരിട്ട് രക്തം കൊണ്ട് മുദ്ര ചെയ്ത വിശ്വാസത്തിന്റെ പ്രഘോഷകനായി മാർ തോമസ് ലിഹ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തൊട്ട് വിശ്വസിച്ച സാക്ഷ്യമായി തോമസ് ലിഹ ആശാഭാരതത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് രക്ഷയുടെ സന്ദേശമായി കടന്നു